ബാണിയാഡ് മില്ലറ്റ് അഥവാ കുതിരവാലി ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു നാടിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വിളകളും അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണരീതികളും ആരോഗ്യവുമെല്ലാം പരസ്പര ബന്ധിതമാണ്. എന്നാൽ കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരു കാലത്ത് നാടിൻ്റെ ഭക്ഷ്യസംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പലതും വിസ്മൃതിയിലാകാറുണ്ട്. അത്തരത്തിലൊന്നാണ് ചെറുധാന്യ വിളകളിൽപ്പെട്ട കുതിരവാലി അഥവാ ബാണിയാഡ് മില്ലറ്റ്. കൃഷിരീതികൾ. 1. നിലമൊരുക്കൽ. പലതരം മണ്ണിലാണ് ഈ വിള വളർത്തുന്നത്. ഫലഭൂയിഷ്ഠമായതും മണൽ കലർന്നതുമായ പശിമരാശി മണ്ണാണ് അനുയോജ്യം. വിത്ത് വിതയ്ക്കൽ. മഴക്കാലം ആരംഭിക്കുന്നതോടെ ജൂലൈയിലെ ആദ്യ ആഴ്ചയിൽ വിത്ത് നടാം. ഒരു സെന്റിന് 32-40 ഗ്രാം എന്ന തോതിൽ 3-4 സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകളിൽ വിത്ത് നടാം. 25 സെന്റിമീറ്റർ അകലെയുള്ള വരികളിലായി വിതയ്ക്കുന്നതാണ് നല്ലത്. 3. വളങ്ങൾ. ഒരു സെന്റിന് 20 മുതൽ 40 കിലോ വരെ കമ്പോസ്റ്റ് നൽകുക. സെന്റിന് 0.86 കിലോ യൂറിയ, 1.5 കിലോ രാജ്ഫോസ്, 0.83 കിലോ MOP എന്നിവയും ചേർക്കാം. നടീൽ സമയത്ത് എല്ലാ വളങ്ങളും ചേർക്കാം. 4. ജലസേചനം. പൊതുവെ ഈ വിളയ്ക്ക് ജലസേചനം നൽകേണ്ട ആവശ്യമില്ല. ഒരു നീണ്ട വരൾച്ച സംഭവിക്കുകയാണെങ്കിൽ മാത്രം ജലസേചനം നടത്തണം. വിളവെടുപ്പ്. ഒരു സെന്റ് ഒന്നിന് സാധാരണഗതിയിൽ 1.6 മുതൽ 2.4 കിലോഗ്രാം വരെ ധാന്യവിളവ് ലഭിക്കും. അരിവാളിൻ്റെ സഹായത്തോടെ തറനിരപ്പിൽ നിന്ന് വെട്ടിയിട്ട് പറമ്പിൽ അടുക്കി വെച്ച് ഒരാഴ്ച ശേഷം ചവിട്ടി മെതിച്ച് മണികൾ വേർതിരിക്കാം. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ചെറുധാന്യ കൃഷിക്ക് പ്രാധാന്യം നൽകേണ്ട ആവശ്യകത ഏറെയാണ്.